കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഈ പുള്ളിക്കൊരു പിൻഗാമി വേണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നതാണ്. അങ്ങനെ ഇന്നാണ് എൻ്റെ കാഴ്ചപ്പാടിലെ സുദിനം വന്നെത്തിയത്. ആരും കണ്ട് പേടിക്കണ്ട, റെഡിയാവണേ പാട്ട് വെക്കണം. പാട്ട് വെച്ചാൽ അപ്പോൾ നമുക്ക് 2 തുള്ളക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മസ്റ്റാണ്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന എല്ലാം കൂടെ എണ്ണിച്ചിട്ട് പെറുക്കി നമ്മൾ ഇന്ന് ഒരു ഷൂസ് വാങ്ങാൻ പോവാണ്. മേ ബി ഞാൻ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കാം എനിക്ക് വേണ്ടി ഒരു ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്ന് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഷൂസ് എൻ്റെ കൂടെ ഇയാൾ നാട്ടിൽ നിന്ന് പോകുന്ന കേട്ടോ. നമ്മുടെ നാട്ടിലെ സ്റ്റുഡിയോ പ്രൊഡക്റ്റാണ് ഇവൻ. ഞങ്ങളൊരു ഓട്ടം സീസണും ഒരു വിൻ്റർ സീസണും വേറൊരു ഓട്ടം സീസണും പിന്നെ ഒരു സമ്മർ സീസണൊക്കെ ഒരുമിച്ച് കണ്ടു. പക്ഷെ പുള്ളി തന്നെ ഇപ്പം എൻ്റെ അടുത്ത് പറയേണ്ടത്, ഇനി എനിക്ക് വയ്യ, എൻ്റെ ഭാരം ചുമന്ന് ഞാൻ മടുത്തു എന്ന് എന്നോട് പറഞ്ഞു രാവിലെ. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഇനിയും പുള്ളി കുറച്ച് കാലം റെസ്റ്റ് എടുക്കട്ടെ, അപ്പോൾ നമുക്കൊരു ഷൂസ് വാങ്ങാം. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പ്. പെട്ടെന്നാണ് ഇവിടുത്തെ വെതർ അങ്ങോട്ട് മാറിയത്. അതിന് തന്നെ അറിയത്തില്ല ഇന്നലെ വരെ എന്താ ഇതായിരുന്നെന്നും ഇന്നതെന്താണെന്നും അതിനറിഞ്ഞൂടാ. രാത്രി എപ്പോഴും മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കണ്ടില്ല. കാര്യം ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കുറേ നേരം ഇരുന്നതാണ്, പക്ഷേ ചീറ്റിപ്പോയി ഗൈസ്. നിങ്ങൾ ഈ ഉയർന്ന ചിന്താഗതി മൂഞ്ചി ചെയ്തെന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു നാട്ടിൽ വെച്ച് ഞാൻ. ഇപ്പോഴും ഞാൻ അത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. വീട്ടിൽ നിന്ന് ബസ് പിടിച്ച് മെട്രോ സ്റ്റേഷനിൽ വന്ന് കുറേ നേരം നിന്നു. 10-15 മിനിറ്റ് നിന്നപ്പോൾ അവരുണ്ട് പറയുന്നു മെട്രോ ഈസ് ഔട്ട് ഓഫ് സർവീസ്. അപ്പോൾ ഞാനെന്താ ഓർത്തതെന്നറിയോ? പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ടൗണിൽ പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഓട്ടോ നോക്കി നിൽക്കും നമ്മൾ. ഓട്ടോയും ബസ്സൊക്കെ നോക്കി നിൽക്കുമ്പോൾ എപ്പോഴേലും ഞാൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് വണ്ടി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലാക്കും, ഓ മൈ ഗോഡ്, എന്തോ ഒരാശയ്ക്ക് പ്രശ്നമുണ്ടെന്ന്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പഠിച്ച് വണ്ടി എടുത്തു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മൾ നല്ല എന്താ പറയുക രാശിയുള്ള കുട്ടിയായിട്ടിരിക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ഷൂസിന് വേണ്ടിയിട്ട് കടകളൊക്കെ കയറി ഇറങ്ങി. പക്ഷേ എന്തുകൊണ്ടും മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്ന് വരുമ്പോൾ അതിൻ്റെ വില സെറ്റാവത്തില്ല, വില സെറ്റാവുന്ന വരുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അവസാനം എന്തോ ആ പുള്ളിയാണ് എൻ്റെ കണ്ണിലൊടുക്കിയത്. വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ സൈസില്ല. പിന്നെ കുറേ നേരം കുത്തിയിരുന്ന് അവരോട് ചോദിച്ച് സൈസും കൊണ്ട് വന്നപ്പം സെറ്റ്. അങ്ങനെ ഞാൻ ആശാനെ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ഇനി അതല്ല പ്രശ്നം. ഇനി അടുത്തൊരു 2-3 മാസത്തിനുള്ളതായി. മറ്റേ വെട്ടൻ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു €70 ഉണ്ടായിരുന്നെങ്കിൽ എത്ര പഴക്കൊല മേടിക്കായിരുന്നു എന്നായിരുന്നു ഇപ്പോൾ എൻ്റെ ചിന്ത.